നമസ്കാരം. വെൽക്കം ടു എവരിബഡി. നമ്മൾ ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഒരു ക്ലാസ്സിൽ കോഡുകളിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ കോഡുകളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിരവധി അഡ്വാൻറ്റേജസ് ആണ് എന്ന് കുട്ടികളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില കോഡുകളിലൂടെ നമുക്ക് എളുപ്പത്തിൽ PSC ക്ലാസ്സുകൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ദയവായി എല്ലാവരും പേനയും ബുക്കും കയ്യിലെടുക്കുക. അതിലെടുത്തിട്ട് ഇത് എഴുതിയെടുത്ത ശേഷം നമ്മൾ ഓരോന്നായിട്ട് എത്രത്തോളം പുതിയ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നുള്ളത് നിങ്ങൾ എൻ്റെ എണ്ണം തന്നെ കറക്റ്റ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ PSC പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നാലാമത്തെ സിഖ് ഗുരു ആര്? പഴയ ഏത് PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരുന്നാലും സിഖ് ഗുരുക്കളുടെ പേരുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു 10 പേരോളം നമുക്ക് വരുന്നുണ്ട്. അതിൽ നാലാമത്തെ സിഖ് ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നത് രാംദാസ് ആണ്. നാലാമത്തെ സിഖ് ഗുരു. അപ്പൊ അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 1 അമർദാസ്, 2 അംഗദ്, 3 രാംദാസ്, 4 നാനാക്ക്. അതിൽ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ സിഖ് ഗുരു രാംദാസ് ആണ്. ഇവിടെ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സിഖ് ഗുരുക്കൾ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു 4-5 പേരുടെ 5 സിഖ് ഗുരുക്കളുടെ പേരുകൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് പേരുകൾ പലപ്പോഴും മാറിപ്പോകാം. നാനാക്ക്, അംഗദ്, അമർദാസ്, രാംദാസ്, അർജുൻ ദേവ്. ഞാൻ 5 പേരുടെ പേര് തൽക്കാലം പറയുന്നത്. 5 സിഖ് ഗുരുക്കളുടെ പേരുകളാണിത്. ആ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സിഖ് ഗുരു നാനാക്കാണ്, രണ്ടാമത്തത് അംഗദ്, മൂന്നാമത്തത് അമർദാസ്, നാലാമത്തത് രാംദാസ്, അഞ്ചാമത്തത് അർജുൻ ദേവ്. ഇതോർത്തിരിക്കാൻ എളുപ്പവഴിയുണ്ട്. നാരാ, എൻ നാനാക്ക്, എ അംഗദ്, രണ്ടാമത്തെ എ അമർദാസ്, അടുത്തത് ആർ രാംദാസ്, അടുത്തത് എ അർജുൻ ദേവ്. ഇവിടെ സിഖ് ഗുരുക്കളെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഗുരുനാനാക്കാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിഖ് മത സ്ഥാപകൻ. അദ്ദേഹം ജനിച്ചത് താൽവണ്ടിയിലാണ്. ഗുരുമുഖി ലിഖിതത്തിന്റെ ഉപജ്ഞാതാവാണ് അംഗദ്. ജാതി വ്യവസ്ഥയും പർദ്ദ ധരിക്കുന്നതും എതിർത്ത ഗുരുവാണ് അമർദാസ്. അമൃത്സർ നഗരം നിർമ്മിച്ചത് നാലാമത്തെ ഗുരുവായ രാംദാസ് ആണ്. നമ്മുടെ നേരത്തെ ചോദ്യം രാംദാസിനെ കുറിച്ചായിരുന്നു. അപ്പൊ അതുമായി തുടർച്ചയായിട്ട് വന്ന കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കിട്ടുകയാണ്. താൽവണ്ടിയിലാണ് ഗുരുനാനക്ക് ജനിച്ചത്. ഗുരുമുഖി ലിഖിതത്തിന്റെ ഉപജ്ഞാതാവാണ് അംഗദ്. ജാതി വ്യവസ്ഥയും പർദ്ദ ധരിക്കുന്നതും എതിർത്ത ഗുരുവാണ് അമർദാസ്. അമൃത്സർ നഗരം നിർമ്മിച്ചത് നാലാമത്തെ ഗുരുവായ രാംദാസ് ആണ്. നമുക്ക് സിഖ് മത സ്ഥാപകൻ ഗുരുനാനാക്ക്. വീണ്ടും സുവർണക്ഷേത്രം നിർമ്മിച്ചത് അർജുൻ ദേവാണ്. സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ആദ്യ ഗ്രന്ഥം ക്രോഡീകരിച്ചത് അർജുൻ ദേവാണ്. അർജുൻ ദേവിനെ ജഹാംഗീർ വധിച്ചു. അവസാനത്തെ ഗുരുവായ ഗോവിന്ദ് സിംഗ് കൽസ രൂപീകരിച്ചു. അവിടെ നോക്കേ, അവസാനത്തെ ഗുരുവായ ഗോവിന്ദ് സിംഗ് കൽസ രൂപീകരിച്ചു. അർജുൻ ദേവിനെ ജഹാംഗീർ വധിച്ചു. സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ആദ്യ ഗ്രന്ഥം ക്രോഡീകരിച്ചത് അർജുൻ ദേവാണ്. സുവർണക്ഷേത്രം നിർമ്മിച്ചത് അർജുൻ ദേവാണ്. അവിടെ വീണ്ടും നമുക്ക് നോക്കാം. ഗോവിന്ദ് സിംഗ് 10ാമത്തെ സിഖ് ഗുരുവാണ്. ഗുരു തേജ് ബഹാദൂറിനെ ഔറംഗസീബ് വധിച്ചു. സിഖ് എന്ന പദത്തിന്റെ അർത്ഥം അനുയായികൾ എന്നാണ്. ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് എന്നീ മതങ്ങൾ ഇന്ത്യയിൽ രൂപം കൊണ്ടതാണ്. നമുക്കറിയേണ്ടുന്ന ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടി എന്ന് നമുക്ക് നോക്കാം. അവിടെ നോക്കേ, ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങൾ രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? നമ്മുടെ രാജ്യത്താണ്. 1, സിഖ് എന്ന പദത്തിന്റെ അർത്ഥം അനുയായികൾ. 2, ഗുരു തേജ് ബഹദൂറിനെ ഔറംഗസീബ് വധിച്ചു. 3, 10ാമത്തെ സിഖ് ഗുരു ഗോവിന്ദ് സിംഗ്.
സുവർണക്ഷേത്രം നിർമ്മിച്ചത് അർജുൻ ദേവ്. സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ആദ്യ ഗ്രന്ഥം ക്രോഡീകരിച്ചത് അർജുൻ ദേവ്. അർജുൻ ദേവിനെ ജഹാംഗീറാണ് വധിച്ചത്. അവസാനത്തെ ഗുരുവായ ഗോവിന്ദ് സിംഗ് ആണ്. ഗോവിന്ദ് സിംഗ് കൽസ രൂപീകരിച്ചു. സിഖ് മത സ്ഥാപകൻ ഗുരുനാനക്. താൽവണ്ടിയിലാണ് നാനക് ജനിച്ചത്. ഗുരുമുഖി ലിഖിതത്തിന്റെ ഉപജ്ഞാതാവാണ് അംഗദ്. ജാതി വ്യവസ്ഥയും പർദ്ദ ധരിക്കുന്നതിന് എതിർത്ത ഗുരുവാണ് അമർദാസ്. അമൃത്സർ നഗരം നിർമ്മിച്ച 4ാമത്തെ ഗുരുവായ രാംദാസ് ആണ്. ആ നാര എന്ന് പറഞ്ഞപ്പോൾ ആ 5 ഗുരുക്കന്മാരുടെ പേരുകൾ നമുക്ക് കിട്ടി. നാനാക്ക്, അംഗദ്, അമർദാസ്, രാംദാസ്, അർജുൻ ദേവ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന 5 റിട്ടുകൾ ഏതെല്ലാം? അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ദിവസം പത്രം എടുത്ത് നോക്കി ഇവിടെ കാണാം. മൻഡാമസ് പറയുന്നു, കോവാറൻഡോ പറയുന്നു. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളോട് നമ്മൾ പറയുന്നത്. 5 റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ആ 5 റിട്ടുകൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നോക്കെ അതിന് നമ്മളൊരു കോഡ് നമ്മൾ പറയുകയാണ്. CPM ഹെഡ്ക്വാർട്ടേഴ്സ്. CPM ഹെഡ്ക്വാർട്ടേഴ്സ്. നമ്മൾ നേരത്തെ നാറ പറഞ്ഞു. 2ാമത്തെ കോഡാണ് ഞാൻ പറയുന്നത്. CPM ഹെഡ്ക്വാർട്ടേഴ്സ്. സി സെർഷ്യൂട്ടി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവാണ്. സാധാരണ മേൽക്കോടതി പറയും ആ കോടതിയിൽ നോക്കേണ്ട കാര്യമില്ല, ആ കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ പറയാം. അതൊരു റിട്ടാണ്. അതാണ് സി. 2 പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താലുള്ള ഉത്തരവാണ്. ഏതെങ്കിലും ഒരു കോടതി, കീഴ്ക്കോടതി തന്റെ അധികാരപരിധി ലംഘിക്കാം, സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് തോന്നലുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ അതിനുള്ള ഒരു ഉത്തരവ് വരാം. അതാണ് പ്രൊഹിബിഷൻ. 3ാമത്തെ CPM മൻഡാമസ്. സ്വന്തം കർത്തവ്യം നിർവഹിക്കുവാൻ വ്യക്തിയെയോ സ്ഥാപനത്തെയോ അനുശാസിക്കുന്ന ഉത്തരവ്. നമ്മുടെ പല ജോലികൾ നമ്മൾ ചെയ്യണം. അപ്പൊ അവിടെ സ്വന്തം കർത്തവ്യം ചില ആളുകൾ നിർവഹിക്കില്ല, അവരെ നിയന്ത്രിക്കാം. വ്യക്തിയോ സ്ഥാപനത്തെയോ അനുശാസിക്കുന്ന ഉത്തരവാണ് എം. അടുത്ത് നോക്കാം. എച്ച് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രനാക്കാനുള്ള ഉത്തരവാണ്. പലപ്പോഴും ചിലര് പിടിച്ചോണ്ട് പോകും. ഇപ്പം പലയിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പിടിച്ചോണ്ട് തടവിൽ പാർപ്പിച്ചിരിക്കാൻ അറിയില്ല, അയാൾ അടിയന്തരമായിട്ട് ഹാജരാക്കണം. അപ്പൊ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രനാക്കുന്നതിനുള്ള ഉത്തരവാണ് ഹേബിയസ്. കോവാറന്റോ. അനർഹമായി ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഉത്തരവ്. അനർഹമായി ഉദ്യോഗം മേടിക്കും പലരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് പുറപ്പെടുവിക്കാം? കോവാറന്റോ കോടതിക്ക് പുറപ്പെടുവിക്കാം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ അറിയേണ്ടുന്നത്. ഇനി അവിടെ നോക്കെ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് നടപ്പാക്കണം. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ വേറെ പഠിക്കുന്നുണ്ടോ? ആ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം ശരീരമേറ്റെടുക്കുക എന്നാണ്. നമ്മൾ നേരത്തെ ഹേബിയസ് കോർപ്പസ് പറഞ്ഞു. ഒരാൾ തടങ്കൽ വെച്ചിരിക്കുകയാണ്, അയാൾ കൊണ്ടുവരണം. അപ്പൊ ആ ശരീരം ഏറ്റെടുക്കുകയാണ്. മൻഡാമസ് എന്ന ലാറ്റിൻ പദത്തിനർത്ഥം നാം കൽപ്പിക്കുന്നു. നാം കൽപ്പിക്കുന്നു. അതാണ് മൻഡാമസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇനി റിട്ടുകളെ കുറിച്ച് പരാമർശമുള്ള ഭരണഘടനാ വകുപ്പാണ് 32. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് 226 226. സുപ്രീം കോടതി അംഗീകരിക്കാത്ത റിട്ടുണ്ട് പ്ലെബിസൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ അറിയേണ്ടുന്നത്. അടുത്ത് നോക്കെ അനർഹമായി ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഉത്തരം അല്പം നേരത്തെ നമ്മൾ പറഞ്ഞു. കോവാറന്റോ ആണ്. അനർഹമായി ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് അല്ല, മൻഡാമസ് അല്ല, സെർഷ്യൂട്ടി അല്ല. അതുപോലെ തന്നെ ഏതാണ്? കോവാറന്റോ ആണ്. അടുത്തത് ലോക്ടക് തടാകം ഏത് സംസ്ഥാനത്താണ്? ലോക്ടക് തടാകം ഇതിന്റെ പ്രത്യേകത നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദ്യം.
മണിപ്പൂരിലാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ മണിപ്പൂരുണ്ട്, ആസാമുണ്ട്, ത്രിപുരയുണ്ട്, മിസോറാമുണ്ട്. അതിൻ്റെ ആൻസർ മണിപ്പൂരാണ്. ഇവിടെ സപ്ത സഹോദരിമാരെന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സപ്ത സഹോദരിമാർ അവിടെ തന്നിരിക്കുന്ന പേരുകൾ നോക്കാം. എൻ നാഗാലാൻഡ്, എ ആസാം, എം മണിപ്പൂർ, എം മിസോറാം, എ അരുണാചൽ പ്രദേശ്, എം മേഘാലയ, ടി ത്രിപുര. നാഗാലാൻഡ്, ആസാം, മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, ത്രിപുര. ഈ സംസ്ഥാനങ്ങൾ നമുക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ നാറ പോലെ CPM ഹെഡ്ക്വാർട്ടേഴ്സ് പോലെ ഒരു പുതിയ കോഡ് നമ്മൾ പറയുകയാണ്. എൻ അമ്മ MT കണ്ടു, എൻ അമ്മ MT കണ്ടു. വളരെ എളുപ്പമാണത്. എൻ അമ്മ MT കണ്ടു. എൻ നാഗാലാൻഡ്, എ ആസാം, എം മണിപ്പൂർ, വീണ്ടും എം മിസോറാം, എ അരുണാചൽ പ്രദേശ്, എം മേഘാലയ, ടി ത്രിപുര. അപ്പൊ നമുക്ക് എളുപ്പമായില്ലേത്? ആ സപ്ത സഹോദരിമാർ ഏതല്ല? പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് തന്നിട്ട് ഇത് സപ്ത സഹോദരിമാരിൽ പെട്ടതാണോ, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇവ സപ്ത സഹോദരിമാരാണ്, ഇത് ശരിയേത് തെറ്റേത് ഏത് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവാം. അപ്പൊ ഇത് കൃത്യമായി അറിയുന്ന ഒരാളുടെ മാത്രമേ അത് എഴുതാൻ പറ്റുകയുള്ളൂ. അവിടെ നോക്കെ, ലോകത്തിലെ ഏറ്റവും അധികം മഴ പെയ്യുന്ന സംസ്ഥാനങ്ങൾ മേഘാലയയിൽ, സംസ്ഥാനങ്ങളല്ല സ്ഥലങ്ങൾ, മേഘാലയയിൽ ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവയാണ്. മേഘാലയ നമ്മൾ നേരത്തെ പറഞ്ഞു. ത്രിപുര 1949 ഇന്ത്യൻ യൂണിയനുമായി ലയിക്കപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ചോദ്യം ചെയ്തായിരുന്നു ലോക്ടക് മണിപ്പൂരിലാണ്. ലോക്ടക്. ഇനി ആസാമിനെ പ്രാചീന കാലത്ത് പ്രാഗ്ജ്യോതിഷ് എന്ന് വിളിച്ചിരുന്നു. ഇന്ത്യയിലെ ഏക മനുഷ്യക്കുരങ്ങായ ഹൂലോക് ഗിബ്ബൺ മിസോറാമിലാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പലപ്പോഴും ഈ ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്, കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. പക്ഷേ തെക്കേ അറ്റത്തുള്ള തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. മാറിപ്പോരുതും. തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടും തെക്കേ അറ്റത്തുള്ള തലസ്ഥാനം തിരുവനന്തപുരവുമാണ്. ഇവിടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് നാഗാലാൻഡാണ്. മേഘാലയ ഒഴികെയുള്ള സപ്ത സഹോദരിമാർ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലാണ്. സപ്ത സഹോദരിമാരിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശാണ്. സപ്ത സഹോദരിമാരിൽ ഏറ്റവും വലുത് നമ്മൾ ഏതൊക്കെയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി ഏത്? നേരത്തെ നമ്മൾ പറഞ്ഞു, പലപ്പോഴും ചോദ്യങ്ങൾ നമ്മൾ തെറ്റിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശരി മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നവരാണ് നമ്മൾ. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്കൊരു സംശയം, ഏതാ ശരി ഏതാ തെറ്റ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഉത്തരങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവണം. അവിടെ നിന്നൊക്കെ തെറ്റായ ജോഡിയത് വയനാട് ജില്ലയിലെ പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. മംഗളവനം എറണാകുളം ജില്ലയിലാണ്. പക്ഷിപാതാളം വയനാട്ടിലാണ്. തട്ടേക്കാട് കോട്ടയം ജില്ലയിലാണ്. ഇവിടെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് നോക്കാം. വയനാട് ജില്ലയിലെ പക്ഷി സങ്കേതമല്ല ചൂലന്നൂര്, ഇത് പാലക്കാടാണ് ചൂലന്നൂര്. അപ്പൊ ഇത് തെറ്റാണ്. മംഗളവനം എറണാകുളത്ത് തന്നെയാണ്, ശരിയാണ്. പക്ഷിപാതാളം വയനാട്ടിലാണ്. തട്ടേക്കാട് എന്ന് പറഞ്ഞിരിക്കുന്നത് കോട്ടയം ജില്ലയല്ല, അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്ക്. അവിടെ തെറ്റായ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1 ഉം 4 ആണ്. 1 ഉം 4. ഇവിടെ നമ്മൾ നേരത്തെ 3 കോഡുകൾ നമ്മൾ പഠിച്ചു. ആ 3-4 കോഡുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇവിടെയും നമുക്ക് അത്തരത്തിൽ ഈ പക്ഷി സങ്കേതങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കളയാം. അവിടെ നോക്കെ,
മുണ്ടേരി പക്ഷി സങ്കേതം കണ്ണൂരാണ്. കുമരകം പക്ഷി സങ്കേതമുണ്ട്, കോട്ടയം ജില്ലയിലാണ്. മംഗളവനം എറണാകുളത്ത്, അല്പം നേരത്തെ പറഞ്ഞു. ചൂലന്നൂർ പാലക്കാടാണ്. അരിപ്പ തിരുവനന്തപുരം, തട്ടേക്കാട് എറണാകുളം, പക്ഷിപാതാളം വയനാട്, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറത്ത്. ഇവിടെ സലീം അലി പക്ഷി സങ്കേതത്തെയാണ് നമ്മൾ തട്ടേക്കാട് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഇത്രയും ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് നമ്മൾ പറയുകയാണ്. അവിടെ നോക്കേ, മുണ്ടേരിക്കുമാരി മംഗള ചൂലുകൊണ്ട് കടലയും അരിയും തട്ടി പാതാളത്തിലിട്ടത് സലീം കണ്ടു എന്നാണ്. സലീം കണ്ടു, ഇത് വേണ്ട, സലീം കണ്ടു, ഇത്രയേ ഉള്ളൂ. മുണ്ടേരിക്കുമാരി മംഗള ചൂലുകൊണ്ട് കടലയും അരിയും തട്ടി പാതാളത്തിലിട്ടത് സലീം കണ്ടു. സലീം എന്നുള്ളത് ഒരു പക്ഷി സംഘത്തിന്റെ പേര് കേൾക്കാൻ വേണ്ടി കണ്ടത്. നമ്മൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ മുണ്ടേരി പക്ഷി സങ്കേതം എവിടെയാണ്? കണ്ണൂരാണ്. രണ്ടാമത്തത് കുമാരി, കുമരകം. അടുത്തത് മംഗളവനം എറണാകുളം. തന്റെ ചൂലുകൊണ്ട് ചൂലന്നൂർ പാലക്കാട്. പിന്നെന്താ വന്നിരിക്കുന്നത്? അടുത്തത് ഒരു വരി കഴിഞ്ഞു. മുണ്ടേരിക്കുമാരി മംഗള ചൂലുകൊണ്ട്. എത്രണ്ണം കിട്ടി നമുക്ക്? 1, 2, 3, 4 കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കാം. അടുത്തത് ചൂലുകൊണ്ട് എന്താ ചെയ്ത്? കടലയും അരിയും തട്ടി. ഓക്കെ, കടലുണ്ടിയാണ്. ഓർഡർ ഒന്ന് മാറിപ്പോയെന്നുള്ളൂ. കടലുണ്ടി. അരിപ്പ, തട്ടേക്കാട്, പാതാളത്തിലേക്ക്, പക്ഷിപാതാളം എല്ലാം വന്നു. സലീം അലി പക്ഷി സങ്കേതം. അപ്പൊ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ ഒരിക്കൽ കൂടി ആ ലൈൻ ഞാൻ ഇന്നുകൂടെ വായിക്കാം. ഓക്കെ, മുണ്ടേരിക്കുമാരി മംഗള ചൂലുകൊണ്ട് കടലയും അരിയും തട്ടി പാതാളത്തിലിട്ടത് ആര് കണ്ടു? സലീം കണ്ടു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ആ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇവിടെ നമ്മൾ പറഞ്ഞു തെക്കൻ കേരളത്തിലെ ഏറ്റവും പക്ഷി സങ്കേതമാണ് അരിപ്പ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം ഒരു ബുക്കിലേക്ക് നിങ്ങൾ പകർത്തി അത് കൃത്യമായി എഴുതിയെടുത്താൽ നിരവധി ചോദ്യങ്ങൾ അതിലുണ്ട്. ഒരു ഉദ്ദേശം 50-60 ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഈ ആ വീഡിയോയിൽ നിങ്ങൾ കിട്ടും. നിരവധി പ്രാവശ്യം ഇത് വായിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലയിൽ നിൽക്കത്തുള്ളൂ. കാരണം പുതിയ ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്ക് നമുക്കിത് അറിയാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് നിരന്തരം ഇത് നിങ്ങൾ വായിക്കുക. വായിച്ചാൽ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ചോദ്യങ്ങളിൽ നിന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.